എടാ കുട്ടായി, ഇന്നത്തോണ്ട് ഈ വീടിന്റെ പണി തീരൂട്ടാ. അങ്ങനെ നീ വീട്ടിൽ ബോംബ് വെച്ചോ? എടാ അതല്ലെന്ന് ഈ മുതലാളിയുടെ പണി തീരൂല്ല ഇവിടുത്തെ. നീ പോടാവേ, ആ പുള്ളിയുടെ പണിയൊന്നും തീർക്കാൻ പറ്റില്ല. ആ പുള്ളി അഗ്ര കണ്ണിനാ, അറിയാവോ? ഇവിടെ ചെറുക്കൻ നമുക്ക് 1,60,60,000 രൂപ ഇന്ന് ബാലൻസ് കിട്ടൂലേ? നാളെ ഇതിന്റെ പാല് കാച്ചിലല്ലേ? നമുക്ക് ആ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കട്ടെ. എടാ അടിച്ചു പൊളിക്കാൻ നോക്കണ്ട. ആ മാനേര് ഇപ്പോഴും കൂടെ എന്നെ വിളിച്ചോളൂ. ആ വാങ്ങാനൊരു ആ പുള്ളിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് ബാക്കി കളി മതി. എന്റെ പൊന്നടാ, അത് ശരിയാണ്. ഞാനേ പുള്ളി ആരും അറിയാണ്ട് തന്ന പൈസയാണ് ബാങ്കില്. പുള്ളിയുടെ പേഴ്സണൽ റിസ്കിൽ തന്ന പൈസയാണ്. അത് കൊടുത്തില്ലേ പുള്ളിയുടെ ജോലി പോണ ലക്ഷണം കേട്ടോ. ഇന്ന് കൊടുക്കണം എന്തായാലും. ആ ഫിനിഷ് ചെയ്തവിടെ. അല്ലെ അല്ലാതെ കഴിഞ്ഞാൽ ഇത് മാത്രം തുടച്ചു കളഞ്ഞാൽ മുതലാളി വന്നു കഴിഞ്ഞാല് പൈസ കിട്ടണ്ടാണ്. 1,60 1,60. എടാ പൈസ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മാനേരെ പൈസ കൊടുക്കട്ടോ. മാനേരുടെ പൈസ കൊടുക്കാൻ ഇവിടെ ആദ്യം പണി ചെയ്. ഇതാണോ ഇതിൽ കൂട്ടേണ്ടത്? ഇതാണോ ഇതിൽ ചെയ്യേണ്ടത്? അല്ല, ആ ബ്രഷ് കഴുകാണ്ട് ബ്രഷ് കഴുകാൻ ആ വെള്ളം കൊണ്ട് ആ ഉള്ളിലൊരിച്ചിരി തീർക്കാണ്ട്. വെള്ളം കൊണ്ട് ഉള്ളിൽ പോയെന്ന്? അല്ല, ആ വെള്ള പെയിന്റ് കൊണ്ടേ ഉള്ളിലൊരിച്ചിരി പറഞ്ഞ് തീർക്കാണ്ട്. എന്റെ പൊന്നടാ, ആ മാനേര് വന്നോണ്ടാ. ബാങ്കിലെ മാനേര് നീ ഇവിടെ ഒളിച്ചു. ഇവൻ സാറിനെ അങ്ങോട്ട് വന്ന് കാണാനായിട്ടിരിക്കുവായിരുന്നു. അവൻ കാണാൻ വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അല്ലല്ല, ഇന്ന് ഇടപാട് തീർക്കും. എന്റെയാ? ഇന്ന് ബാങ്കിലെ പൈസ ഞാൻ തീർക്കും. സാറിനൊരു പേര് ദോഷം ഞാൻ ഉണ്ടാക്കിയിരുന്നു. സത്യമായിട്ടൊന്നും സത്യമായിട്ട് ഞാൻ പൈസ 1,60,000 രൂപ ഞങ്ങൾക്ക് ബാലൻസ് കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ സാറിന്റെ ഇടപാട് അങ്ങ് തീർക്കും. അതൊക്കെ നീ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. എനിക്കിന്ന് പൈസ കിട്ടണം. അത് മാത്രമല്ല, എനിക്കിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കെട്ടി തൂങ്ങും. അല്ലെങ്കിൽ എന്റെ പൈസ വേണം. രണ്ടല്ലോ നീ പറയണം. നീ പറയണം ഇപ്പോ. രണ്ടിലൊന്നാ? പുള്ളി ഇപ്പൊ 2 ഓപ്ഷൻ തന്നെ. ഒന്നല്ലെങ്കിൽ നീ പൈസ കൊടുക്കണം, അല്ലെ പുള്ളി ഈ വീട്ടിൽ കെട്ടി തൂങ്ങും. എന്നാ വേണ്ട നീ പറഞ്ഞു? ഞാൻ പറയണം. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞു. അതെ സാറേ, അവനിപ്പോ പറയണ അവസാനം എന്നാ പറയണെന്നറിയോ? തീർക്കാനാ പറഞ്ഞത്. മതി, പൈസ തീർത്താ മതി. അല്ല പൈസ തന്നല്ല സാറ് 2 ഓപ്ഷൻ ഇട്ടല്ലോ. ഒന്നല്ലേ പൈസ തന്നെ, അല്ലെങ്കിൽ രണ്ടാമത് മറ്റേ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങാൻ പറഞ്ഞല്ലോ. അപ്പൊ കെട്ടിത്തൂങ്ങി തീർത്തോളാനാ പറഞ്ഞേ. നമ്മുടെ ഈ ദേവേന്ദ്രൻ ചേട്ടനാണ് ഇതിന്റെ ഓണറെ. പുള്ളി വന്നു കഴിഞ്ഞാൽ പൈസ തരും. സത്യമായിട്ട് നിന്നെ ഞാൻ കുറയ്ക്കില്ല. നിന്നെ ഞാൻ കുറയ്ക്കില്ലല്ലോ. ഇതെന്നാ എങ്ങനെ പോണേ? ഇത് വല്ലോ ശരിയാണോ? ഈ ചെയ്ത വല്ലോ ശരിയാണോന്ന്? ശരിയായില്ലല്ലേ? അല്ലെന്ന് നിങ്ങളൊരു ബാങ്ക് മാനേജരായിട്ട് ഒരു വീടിന് മുമ്പിൽ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ സാറേ? ഇവിടെ എന്റെ ജോലി പോവില്ലേ? ഇവൻ എന്നെ പറ്റിച്ചിട്ട് പോവല്ലേ? എനിക്ക് പൈസ കിട്ടണം. തറാന്ന് സാറേ പൈസ കിട്ടും. സാർ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം ഇപ്പൊ ആ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണിയെല്ലാം തീർന്നിരിക്കുക. ഒന്ന് തുടച്ച് ക്ലീനാക്കി കൊടുത്താൽ മാത്രം മതി. പൈസ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാറിന് പൈസ തരാം. സാർ പൊക്കോ. ഞാൻ അങ്ങനെ പോകാൻ പറ്റും? എന്റെ ബാങ്ക് കയറി തടയും. എന്നൊരു കാര്യം ചെയ്യും, സാർ ഇവിടെ നിൽക്കുക. ആള് വരുന്നവരെ സാർ നിൽക്കും. അപ്പത്തേക്ക് നമുക്ക് ഇന്ന് പൈസ എനിക്ക് 5 മണിക്ക് മുമ്പ് ക്ലോസ് ചെയ്യാനുള്ള. ഇവിടെ നിൽക്കണ്ട, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഒന്നാമത് 2 പേരിലേക്കുള്ള പണിക്കാർ പാടില്ലെന്ന് പറഞ്ഞേക്കണം. ലാസ്റ്റ് ദിവസമാണ്. ഇത് ഞങ്ങൾക്ക് 2 മാത്രമേ പൈസ തരാനുള്ളൂ. ആ പൈസ തന്നെ ഞങ്ങൾക്ക് പോകണ്ടാണ്. സാറിന് പൈസ ഇടപാട് തീർക്കാൻ മാറിക്കും. ഞാനൊരു കാര്യം പറയാം. സാർ ഈ പുറകുവശത്ത് പോയി നിന്നോ, കുറിച്ച് നിന്നോ. ആ പെണ്ണുമ്പളെ കാണാതിരുന്ന ആ പെണ്ണുമ്പള എന്റെ പ്രശ്നം. പെണ്ണുമ്പളെ എന്താ പ്രശ്നമാണ്? പെണ്ണുമ്പുള്ള ആള് ശരിയല്ലേ? അയ്യേ അതല്ല സാർ അങ്ങനെയാണോ? സാഹചര്യം സാറേ അവിടെ ഒതുങ്ങി ആള് വരുമ്പോ വിളിക്കാം കേട്ടോ. അതൊക്കെ പോട്ടെ. ഇത് ഇങ്ങനെ പൈസ കൊടുക്കണ്ടാണ്. നീ അത് പണി ചെയ്യാൻ ഇടാ. ഈ സാധനം ഊരാൻ പറ്റുള്ളത് ഇപ്പൊ. അതെടാ പൈസ വന്നടാ, പൈസ വന്നടാ. എല്ലാ ഏകദേശമൊക്കെ എല്ലാം ഫിനിഷ് ചെയ്തു. ഉള്ളിലൊക്കെ സെറ്റപ്പ് ആക്കി. വേണ്ടല്ല, അത് എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കണത് നോക്ക്. നല്ല ബെഡ്റൂം, നല്ല കിച്ചൺ, നല്ല ബാത്റൂം, നല്ല പൂജാമുറി. അടിച്ചു പൊളി. ചെല്ലേ ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവന്റെ പെങ്ങളെ കിട്ടിയ ശ്രീധനം കൊണ്ട് കെട്ടിയതാണ്. എടാ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ചെയ്ത്. ഇതൊക്കെ എനിക്ക് അറിയത്തില്ലേ? അല്ല അതെ, അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും 1,60,000 നമുക്ക് ബാലൻസ് കിട്ടാണ്ടല്ലോ. തരാം, ഇന്ന് തന്നെ തരാം. പക്ഷെ പണികൾ തീർന്നോന്ന് എനിക്ക് അറിയണല്ലോ. പണിയൊക്കെ തീർന്നു കിടക്കണം. ഇനി ഒന്നും ഇല്ല അങ്ങനെ തീരാനായിട്ട്. സെറ്റപ്പായിട്ടിരിക്കുമല്ലോ സാറേ, സെറ്റപ്പായിട്ടിരിക്കുമല്ലേ? ഇതന്നെ അടിച്ചു പൊളിച്ചാണല്ലോ വന്നേ. ഞാൻ കണ്ട എന്തെങ്കിലും തോന്നുന്നു. പ്രത്യേക അല്ലേ, ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. ഒരു ചെറിയ ഗ്ലാമർ. എന്താ ഈ ഷർട്ട് നാളെ വാസ്തുവിൽ കിട്ടാൻ മതിയായിരുന്നു. ആണോ? ഇതേ എന്റെ പെങ്ങളുടെ മകൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാ. 2 കുപ്പിയും തന്നു. അവക്ക് 2 പാക്കറ്റ് സിഗരറ്റ്. അല്ല എനിക്ക് 2 പാക്കറ്റ് സിഗരറ്റ്. അവക്ക് പിന്നെ പെർഫ്യൂം, ഈ ഷർട്ടും ഒന്ന് തന്നു. ഇതിനിവിടെ ഈ നാട്ടിൽ നല്ല വിലയാണ്. അതെ, 6,000 രൂപ ആണെന്ന് പറഞ്ഞു. ദുബായിലുണ്ട് 20 ദിർഹം. അത്ര ആവും. പക്ഷെ ഇത് ഉഗ്ര സാധനം കേട്ടോ. സാധനം ഒരു സൂര്യ തേജസ്സാണ്. ചില സ്ഥലങ്ങളിലുണ്ടല്ലോ നമ്മൾ ഈ നിൽക്കുമ്പോ തന്നെ വലിയ ഇത് എന്നാ മണി
എന്തിനാണ് അല്ല ഞാൻ അത് എന്നാ നീ എന്തും ഇതെന്താടാ ഇത് നീ എന്ത് കിട്ടുള്ളൂ അതിനിടയ്ക്ക് അല്ല, അറിയാതെ പറഞ്ഞത്. തുടച്ചുകൂട്. ഞാനിത് ഇപ്പൊ നാളെ ഇടുന്ന ഷർട്ടല്ലായിരുന്നത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കണം. അത് കുഴപ്പമില്ല, നീ പോയത് അതുകൊണ്ട് അതിനെ മുഴുവൻ വാരി തൂത്ത് വെച്ചാ എന്ത് മോശോടാ കാണിച്ചത്. സാർ അത് പറ്റൂല, ഞാൻ ഷർട്ട് പറ്റൂല സാറിന്. അത് ബോറായി പോയി. തോപ്പിൽ ഇടപാട് കാണിച്ച് മനുഷ്യ ചിരിക്കാറാണ്. ഞാനൊന്ന് ഇട്ടോണ്ട് പോയി. നാളെ ഇട്ട് നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാനോ ഒന്നോർത്ത് മാത്രമല്ല ഇതിട്ടത്. അത് ഇങ്ങനെ ആക്കും കൊണ്ടാടക്കാനായിട്ട് ആ വേസ്റ്റും കാണാനില്ല. വേസ്റ്റ് അത് ചിരിക്കാനായിട്ട് നീ അതൊക്കെ അവിടെ ഇട. നീ അങ്ങോട്ട് നോക്കിയേ. ഇത് അപ്പൊ എന്നെ ഷർട്ട് തൂത്താൻ എന്നെ കുറ്റം പറഞ്ഞു. ഇത് എന്നെ കാണണേ. ഇതാ ഇത് എന്നെ കാണണത്. എടാ ഇത് പുതിയ ബനിയനാണ്. എനിക്ക് 2000 ഷുഗറാ. അറിയാവോ അളവ്? ആണോ? രാത്രി കിടന്നുറങ്ങും ഉറുമ്പരിച്ചിട്ട് പോണതാന്നു. ആണോ? പിന്നെ അതാ ഈ തുള മുഴുവൻ. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അടിയിലത്തെ കാര്യം എന്താ? നിനക്കൊരു കോരുവല കൊണ്ടാ എന്റെ അണ്ടറുണ്ട്. പൈസയുടെ കേസ് ഒന്ന് തീരുമാനം നോക്കണം. അത് ഉണ്ടാക്കാം. ഞാൻ അകത്ത് പോയി നോക്കട്ടെ, നോക്കിട്ട് പറയാം. അല്ല നമുക്ക് ചെറിയ ഇടപാടുകളൊക്കെ തീർക്കാണ്ട്. 1,60,000 ആവുന്നു. പണി തീരട്ടെ, പണി തീരുമ്പോ ഞാൻ തരാലോ. ഷർട്ടും കളഞ്ഞ് ഭയങ്കര ഉടായ്പ കേട്ടാ. പൈസ ചോദിച്ചാൽ തരാൻ ഓരോരോ കുറ്റങ്ങളാണ് ഉള്ളി. ജ്യൂസ് കുടിക്കാം. നാളെ പണി തീരാനുള്ള കുടിക്കാന്ന് ജ്യൂസ്. ലിക്കറൊക്കെ വരും. ലിക്കറൊക്കെ വരും. തന്നേരെ. പാവയ്ക്ക ജ്യൂസ് കുടിക്കാന്നേ. എന്റെ ഹസ്ബൻഡ് ഷുഗർ ഹൈ അല്ലേ? അതേ കൊടുക്കാള്ളൂ കേട്ടോ. ഓ ശരിയടി, പിന്നെ വിളിക്കാം. നമുക്കല്ല നീ വലിയ വീട്ടിൽ പണിക്ക് പോയാ കൊതിപ്പിക്കും ചുമ്മാ ഒന്നും തരത്തൂല്ല. നീ അവിടെ നിന്ന് പണിയുടെ ഇവരുടെ കാര്യം നോക്കി നമുക്ക് വേറെ പരിപാടിയില്ലേ. ആ പുള്ളി കാശ് തരാണ്ട് പോയടാ. അല്ല സാറേ പൈസ പൈസ 1,60,000 രൂപ കിട്ടിട്ട് കാര്യമുള്ളതാണ് ആ പൈസ. അതാരാണോ ഒന്ന് പറയാൻ വേറെ ഒരു നിർവാഹമില്ല. 1,60,000 രൂപ തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളോട് ഈ വീട് പണി തുടങ്ങിയപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്നാ ഈ വീട്ടിലൊരു കോലം വെക്കണം, കോലം വെക്കണം എന്ന്. ഇന്ന് തീരുവാണ് പണി. എന്റെ ഒരു ആഗ്രഹം ഒരു കോലം വെക്കണം എന്ന്. നിങ്ങളൊന്ന് വെച്ചോ? കോലം വെച്ചില്ലല്ലോ. കോലം വെച്ചില്ലെങ്കിൽ പൈസ തരത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ കോലം വെക്കും. വെച്ചോ. കോലം വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ല പൈസ ഞാൻ തരത്തില്ല. അറിയാലോ എന്റെ സ്വഭാവം. കോലം ഞങ്ങൾ എങ്ങനെയാലും വെക്കാം. ചേട്ടാ അങ്ങോട്ടൊന്ന് വരുമോ? ഒന്ന് വരുമോ? അതല്ല ഒരു മിനിറ്റ്. ജോസിയേട്ടന്റെ വീട്ടിൽ പോയാന്ന് നിനക്കറിയാലോ. ആവശ്യമില്ലാത്ത കേസിന് പോകരുത്. വീട്ടിൽ ചെന്ന് ഞാൻ പണി ചെയ്യാ പോരുക. ഇന്ന് പോയടാ. കിട്ടാത്ത മുന്തിരി പുളിക്കും കേട്ടാ. ആ കെട്ടിയൊരു ഇവിടെ അയലക്കത്തെ കണ്ട് പോയക്കണ നീ ആവശ്യമില്ലാത്ത കേസിന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാടാ പോകാണ്ടിരിക്കണം? നീ അതൊന്ന് ക്ലിയർ ചെയ്യാൻ. എടാ ആ പുള്ളിയെങ്ങാനും വരും കേട്ടോ. എടാ പണീജ എന്തേ ചെയ്തോ? എന്ത് എന്താടാ? ഒന്നുമില്ല. പറഞ്ഞേ കേക്കട്ടെ. ഞാൻ നമ്മളൊരു വീട്ടിൽ പണിക്ക് വന്നാണ് അല്ലേ? പണിയാണ് പ്രധാനം. നീ എന്നെ സംസാരിച്ച ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് അതൊന്നും ശരിയല്ലടാ. അതല്ല അതിന്റെ രീതി. നിനക്കൊക്കെ കഴിവില്ലാത്തവൻ. ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ കുച്ചുമുഖണ്ടങ്ങനെ പറഞ്ഞെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങനെയാണോ? അല്ലല്ല, അത് നമ്മളെ അത് നോക്കണം. ഇല്ലെങ്കിൽ അത് ശരിയല്ലത്. കുട്ടായി ഒന്ന് വരുമോ? ഒന്ന് വരുമോ? പണിയടാ. നീ ആ വിളി കേട്ടോ? ആ വിളിയെ കേട്ട് എന്റെ ടോൺ കേട്ടോ? ഞാനാ പറയണം പോരും. അവിടെ നീ പോടായോ ചേച്ചിയെ? പറഞ്ഞാ കേക്കരുത്, അങ്ങ് പൊക്കോളണം. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. വല്ല കാര്യം അന്നേരെ പറഞ്ഞ പോകല്ലേ കുട്ടായിയേ. പറഞ്ഞാണോ പോലെ എടാ ചേട്ടേ, നിനക്കൊന്ന് പറയാൻ പാടായിരുന്നു ഇതിനെ വിളിച്ചെന്ന്. ഇതൊക്കെ ഇവര് എന്നെ 3-4 ദിവസമായിട്ട് വളക്കണം എന്ന് പറഞ്ഞില്ലേ? ഇതിനായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിന്ന് കൊടുക്കരുത്. വാ പണി. എടാ എന്റെ പൊന്നെടാ, ആ പുള്ളി പൈസ തന്നെ ഇല്ലടാ. ഇത് എന്ത് ചെയ്യൂന്ന് പറ.
കുറെ നേരമായി ഞാൻ വിളിച്ചു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല ഞാൻ ഒരു കാര്യം പറയാം. മുതലാളി 1 മണിക്കൂറുടെ കഴിയും പൈസ ആരാന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പ്രശ്നം? ഇനിയും പ്രശ്നമുണ്ടോ? അതായത് ഇവിടെ നമ്മൾ ഈ ഒരു വീടൊക്കെ വെക്കുമ്പോൾ ഒരു കോലം വെക്കണം, ഭയങ്കര പിടിവാശിക്കാരനാ പുള്ളി. എടാ കോലം വെച്ച് കൊടുക്കടാ. കോലം വെച്ച് കൊടുക്കാനായിട്ട് കോലം പണിയാൻ പോയത് ഏറ്റ ദിവനാ. കോലം ഏറ്റ ദിവനാ. എന്നെ പറ്റാതെ കോലത്തിന്റെ പണി അവർ ചെയ്ത് തീർത്ത് തന്നില്ല. എല്ലാരും ഒന്നും ആ പണി ചെയ്യില്ല. എന്റെ പണി പോകും, ഞാൻ പറഞ്ഞേക്കാം. ഒരു മിനിറ്റ് സാറിന് പൈസ ഉണ്ട്. ഒരു 10 മിനിറ്റ് അവരിങ്ങ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാറിന് പൈസ വാങ്ങിച്ചു തരാം. സാറിന് നോക്കിയേ, പറഞ്ഞ പോലെ ഉണ്ടല്ലോ. സാറ് കാണിച്ചത് സാറിന് 10 മിനിറ്റ് കോലമായിട്ട് നിൽക്കാവോ? അല്ല ബാങ്ക് മാനേജരൊക്കെയാണ്, എന്നാലും അതല്ല, സാറിനാണ് ആവശ്യം, ഞങ്ങൾക്കല്ല ആവശ്യം. സാറിന് പൈസ വേണമെങ്കിൽ ബാങ്ക് പൈസ കടത്തില്ലെങ്കിൽ സാറിന്റെ ജോലിയാണ് പോകുന്നത്. വിദ്യാഭ്യാസം ആയിക്കോട്ടെ. ബാങ്ക് മാനേജർ ഉള്ളിന്റെ ഉള്ളിൽ കറങ്ങണ കസേര. ഒരു മിനിറ്റ്. ഞാൻ ആ മനുഷ്യന്റെ ജോലി ഇപ്പൊ പോവല്ലേ? ഒരു കലാകാരൻ. ഞാൻ കണ്ടോട്ടെ, 10 മിനിറ്റ് ഒന്ന് നിന്നാ മതി. തന്നെയുമല്ല സാറ് കലാകാരനാണെന്നാണ് ഞാൻ കേട്ടേക്കണേ. കല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് ഒന്ന് ആലോചിച്ചോക്കെ. എടാ വൈ കോലം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഈ സംഭവം കോലം എന്ന് പറഞ്ഞത്. അതെ, ഞാൻ ഒരു ഒന്നുമില്ല, ഇതങ്ങനെ ഇത്രേ ഉള്ളത്. ആറ് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. പിടിച്ചേ. അല്ല അത് കുഴപ്പമില്ലത്. പിടിച്ചേ. കട്ടം കൊത്തി ഇപ്പുറത്തേക്ക് കയറിട്ടോ. വെള്ള പെയിന്റ് ചെയ്തടാ. സാറ് നിന്ന് കഴിഞ്ഞാലല്ല ഇത് ഓക്കെ. എടാ ഇത് അനങ്ങാണ്ട് നിൽക്കുന്ന കേസല്ലേ? 10 മിനിറ്റ് നിന്നാ മതിയോ? ആശ കിട്ടുന്ന കേസ് കൊണ്ട് മാത്രമാണ്. അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ, ഒന്ന് വരച്ചേക്കട്ടെ. ലുക്ക് ഭയങ്കര കേട്ടാ. സാർ കോലത്തിന്റെ ആ കൊട ഇല്ലെങ്കിലും കുഴപ്പമില്ല. 10 മിനിറ്റ് എന്റെ ജോലി അതോർത്ത് മാത്രമാണ്. അത് മാത്രമല്ല ഈ അത്തച്ചമയം നേടണത്. അത്തച്ചമയം സാറ് അത്തച്ചമയം ലോറിയുടെ മുകളില് ഒരു കെട്ടൂല ഒരു താങ്ങോട്ട് ഇങ്ങനെ അനങ്ങാണ്ട് യേശുക്രിസ്തുവായിട്ട് നിന്നത്. അതെ, ഫസ്റ്റ് കിട്ടിയാ? ഫസ്റ്റ് കിട്ടില്ല, ഒരു വീടിക്കുറ്റി വലിക്കുന്ന അവർ കണ്ടുപിടിച്ചു. വീഡിയോ വിളിക്കണ കണ്ടുപിടിച്ചാ ഏച്ചു ക്രിസ്തായിട്ട് വന്നിട്ടാ? വെറുതെ അല്ല ലോകത്ത്. അതെ, ഒരു കാര്യം ചെയ്യും സാർ, അവിടെ നിന്ന് 10 മിനിറ്റ് സാറ് അങ്ങേര് വരിക, ഈ കോലം വച്ചായിട്ട് കാണുക, ഞങ്ങളുടെ പണിക്കാശ് തരിക, ഞങ്ങളെ പിരിച്ചുവിടുക, സാറിന് തരാനുള്ള 1 ലക്ഷം രൂപ ആയിരുന്നു, 60,000 ഞങ്ങൾ പങ്കിട്ടെടുക്കുന്നു, ഞങ്ങൾ വീട്ടിൽ പോകണം, അത്ര ജസ്റ്റ്. പക്ഷെ എനിക്ക് കോലമായിട്ട് ലുക്കില്ലാത്ത മുഖത്ത് എങ്ങനെ വെള്ള പെയിന്റ് കിട്ടിയില്ല, എന്നാലും എനിക്ക് പ്രശ്നമല്ല. സാർ ഓക്കെ ആണത്. സാർ അങ്ങനെ നിന്നു കേട്ടാ. അവിടെ നിന്ന് എടാ ഇത് വന്നോടാ. നോക്കേ, ഞാനങ്ങ് പോയപ്പോ തന്നെ നിങ്ങൾ കോല ശരിയാക്കിയില്ല. ഒരു കാര്യം പറഞ്ഞാണ്ടല്ലോ, അത് കൃത്യമായിട്ട് എത്തിക്കണം. അതാണ് ഞങ്ങള് കച്ചി വെക്കാൻ പറഞ്ഞു. തൊടല്ലേ കോലമാണേലും അത് തൊടല്ലേ, അത് മോശം. ഇതങ്ങനെ വെറൈറ്റി ആണ്. മുമ്പ് ചട്ടികമത്തൊക്കെ ആയിരുന്നേ, അതൊക്കെ ഞങ്ങൾ മാറ്റി ഇപ്പൊ വെറൈറ്റി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ വീട് പണിയുന്നതിന് മുമ്പ് ഒരു കോലം വെക്കണമെന്ന്. ഇപ്പൊ എന്നാണല്ലോ, ഇപ്പൊ നാളെ താമസം വന്നവര് കാണുമ്പോ ഒരു കോലം ഉണ്ടല്ലോ, അത് മാത്രം മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി എന്നാ ചെയ്യാം. മറ്റേ 160 പൈസ ഞാൻ നോക്കണ്ടേ ഈ സംഭവം. നോക്കാതെ പറ്റിയല്ലോ, കച്ചിലാണ് കത്തും കേട്ടെ. നോക്കാതെ പറ്റിയല്ലോ. അതെ, ഞാൻ അകത്ത് പോയി നോക്കട്ടെ, എന്നിട്ട് പറയാട്ടോ. അല്ലെങ്കിൽ വേറെ ഒരു ഇടപാടും ഇല്ല, എല്ലാം തീർന്നു. അല്ല, കോലം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി ഇനി അകത്തെ പണി ഉണ്ടോന്ന് എനിക്കറിയണ്ടേ. കോലാണല്ലോ, പുള്ളിക്ക് അറിഞ്ഞൂടല്ലോ ഇത് എന്താ സംഭവം. എടാ അതെ, ഞാൻ ചോദിക്കണം എന്ന് ഓർത്തിട്ടിരിക്കുവാതെ അകത്ത് എന്റെ പരിപാടി നിന്ന് കാണിച്ചു വെച്ചേക്കണം. എന്നാ ആദ്യം ഇങ്ങനെയാണല്ലോ. റബ്ബറൈസറാ സാറേ, റബ്ബറൈസർ. അപ്പൊ റബ്ബർ പോലെ റബ്ബറൈസോട് റോഡെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നത് അല്ലെന്ന് ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ വന്നേ. ഷുഗർ ഉണ്ടല്ലേ? 2000 ഗുളി കഴിച്ചില്ല, തലപ്പാറ്റിലടിച്ചാണോ? അതാണ് ഇത് ഇങ്ങനെയാണ് നിന്ന്. ഞാൻ പറഞ്ഞില്ല വെറൈറ്റി സാധനമാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നാളത്തെ പാലുകാച്ചിന്റെ കാര്യം ഓർത്ത് ഇനി 1,60,000 അത് തരാം. അതിനും വളരെ കാര്യം, ഈ അകത്തെ ഒരു ആന ഉണ്ടല്ലോ എന്റെ ബെഡ്റൂമിൽ, ഒരു ആനയുടെ പ്രതിമ. അതിനാരാ വെള്ളപ്പെയിന്റ് അടിച്ചത്? നീ കണ്ടോ വെള്ളപ്പെയിന്റ് അടിച്ചത്? അല്ല, ഞാൻ വെള്ളപ്പെയിന്റ് അടിച്ചു. ഒരു കഥാബോധം ഇല്ലടാ ഇവനൊക്കെ. ആനക്ക് വെള്ളപ്പെയിന്റ് അടിച്ചത് വെള്ള പെയിന്റ് മാത്രമുള്ള കറുത്ത പെയിന്റ് ഒരു ഇച്ചുണ്ടെന്ന് തോന്നുന്നു, അറിയാവോ നിനക്ക്? ചേട്ടാ, അത് നിസ്സാരമായിട്ട് അടിച്ചതല്ല. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ദേവേന്ദ്രൻ, എല്ലാവർക്കും അറിയാലോ. ദേവേന്ദ്രന്റെ വാഹനം എന്താ?
നോനോ. ആ ഒരു കാര്യം ചോദിക്കുമ്പോ നോനോ ഒന്ന് പറയല്ലേ, അതല്ല. നോനോ എന്നല്ലേ, നാനാക്കാർ. എന്റെ വാഹനം നാനാക്കാർ. അതല്ല, യഥാർത്ഥ ദേവേന്ദ്രന്റെ വാഹനം എന്താ? ഐരാവതം. ഐരാവതത്തിന്റെ കളർ എന്താ? വെള്ള. കുട്ടായി, അതുമായിട്ടുള്ള ഒരു കോമ്പിനേഷന് വേണ്ടിട്ട് അങ്ങനെ ചെയ്താണത്. വെള്ള അടിച്ച് തന്നെയല്ല, കൊമ്പിന് മാത്രം ഞാൻ കറുപ്പടിച്ചേക്കണേ. അതുകൊണ്ട് ആനയായിട്ട് കരുതാ. അപ്പൊ ആ പരാതി തീർന്നില്ല. പ്ലീസ് പൈസ പൈസ തരാം. ചേട്ടാ മരുന്ന് കുടിച്ചേ, എത്ര പ്രാവശ്യം പറഞ്ഞു. നീ കയറി പോക്കോ, ഞാൻ കഴിച്ചോളാം. ഞാനും പോണോ? എന്തൊരു കുടിക്കും. എനിക്കെങ്ങ മേണറാവി ഈ കോപ്പി ചുമ്മാ മറ്റേ ഭയങ്കര കയ്പ ഇറക്കി പോകണ്ടേ. മരുന്നല്ലേ അത്? ആ കോലേജ് എന്ത് പഴിച്ച അതിന്റെ മെത്തിക്ക് എല്ലാം കൂടെ വലിച്ചു വാരിടാൻ. ഒന്നും തോന്നരുത് സാർ, ആ മരുന്ന് ചൂടായിരുന്നു. ഇന്ന് എന്നെ ഇവിടെ ഇട്ട് കത്തിക്കുമെന്ന് എനിക്ക് അങ്ങനെ അങ്ങനെ വെക്കും. ഞാൻ ഗേറ്റിന്റെ ഗേറ്റിലുള്ള ഒരു സിംഹത്തിന്റെ തലയുള്ള ഗേറ്റ് അത് കടന്ന് അതിലും കടന്നു പോരും. ഓക്കെ. അത് തന്നെ. അല്ല, ഇത് മറിച്ചിട്ടാൽ ഇങ്ങനെ വീഴും. ഇത് ഒന്ന് മറിഞ്ഞു വീണായിരുന്നു ഈ സാധനം. റബ്ബറൈസറാണ്, അപ്പൊ എങ്ങനെ വീണാലും അങ്ങനെ കിടക്കും. അതാണ് ഇവിടെ ഒന്ന് പിടിച്ചടാ. ഇവിടെ അല്ല നിന്നത്, ഇവിടെ അല്ല ആദ്യം തന്നെ നിന്നത്. അല്ലെന്ന് ഇവിടെ ഞാൻ എന്റെ ദേവേന്ദ്രൻ ചേട്ടാ, ദേവേന്ദ്രൻ ഫസ്റ്റ് അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്, പുറത്തുനിന്ന്. അന്നേരം ഇവിടെ നിൽക്കണ പോലെ തോന്നി. ഇപ്പൊ അകത്തുനിന്ന് വരുമ്പം റൊട്ടേറ്റ് ചെയ്യൂലേ, അതാണ്. അപ്പൊ തിരിഞ്ഞ് കണ്ടില്ലേ? അതിന് ചേട്ടൻ മരുന്ന് കുടിച്ചായിരുന്നോ? മരുന്ന് കുടിച്ചാൽ ഇതുപോലെ ഇങ്ങനെ വല്ലതും തോന്നുമായിരുന്നോ? അത് പോട്ടെ. നീ പൈസ വന്നിട്ടുണ്ടല്ലോ. പൈസ ഒക്കെ തരാം. പിന്നെ വേറൊരു കാര്യം എന്റെ ഒരു 2 കൂട്ടുകാർ വരുന്നുണ്ട്. ഒരു സർപ്രൈസ് ആണ്. അല്ല ഒരു സർപ്രൈസ് ആണ്. അവര് വന്നു കഴിഞ്ഞിട്ട് പൈസ എങ്ങനെ അതന്നെ അവര് വരട്ടെ. അത് കേക്ക്. അല്ല, അവര് വന്ന് നമുക്ക് എന്നാ ഗുണമുള്ള? നിങ്ങൾ നിങ്ങൾക്കൊരു ഗുണമുള്ള കേസാന്ന്. ഞങ്ങൾക്കോ? നിങ്ങൾക്കൊരു ഗുണമുള്ള കേസ് അവർക്ക് വരും. അവര് വന്ന് വീട് ദേവേന്ദ്രേട്ടാ ഇപ്പൊ ഭംഗിയുണ്ടല്ലേ? അപ്പോ പാല് കാച്ചില് നാളെ അല്ലേ? പാല് കാച്ചില് നാളെ. അപ്പൊ ഈ കോളത്തിന്റെ ആവശ്യമൊക്കെ ഇന്ന് തീരല്ലോ? എല്ലാ പരിപാടിയും തീർന്നു. കോളത്തിന്റെ ഒരു പരിപാടിയില്ല. എന്റെ ഒരു ആഗ്രഹമായിരുന്നു, അതങ്ങ് വെച്ചു. അത് നന്നായി. നാളെ സെക്രട്ടറിന് മുമ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമരം ഉണ്ട്. അവര് മന്ത്രിയുടെ കോലം കത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഈ കോലം ഒന്ന് ആവശ്യം വരും. പിന്നെ കൊണ്ടുപോയി കത്തീര്. ഇത്ര ചെയ്ത് പോരാ.